മതപരിവർത്തനം ഭാരതത്തിൻ്റെ ഒരു ശാപമാണ്. ഇത് അങ്ങേയറ്റം ഭാരതത്തിന് ഹാനികരമാണ്. അനേകായിരം വർഷങ്ങളായി ഒരു സമൂഹം വെച്ചുപുലർത്തുന്ന ജീവിതക്രമങ്ങൾ പ്രകൃതിയെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമം, അതിവിടെ വനവാസി മുതൽ നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കുറേയെങ്കിലും ആൾക്കാർ വിശ്വസിക്കുന്ന നമ്പൂരി വരെയുള്ള അതിനിടയ്ക്കുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരേ സംസ്കാരമാണ്, ഒരേ ജീവിതക്രമമാണ്, ഒരേ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഒരുപോലെയാണ്. അതിലെ വനവാസികളാണ് ഏറ്റവും കൂടുതൽ ഭാരതീയത കൊണ്ടു നടക്കുന്ന ആൾക്കാർ, ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാർ. അടിസ്ഥാനപരമായിട്ട് അവരാണ് അതിൻ്റെ യാതൊരു കലർപ്പമില്ലാത്ത ഭാരതീയത അവരിൽ കാണാം. നമുക്ക് അവരുടെ ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും വികസനത്തിൽ വന്ന പിഴവും കാരണം അതിന് മൂല്യങ്ങൾ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആചാരങ്ങൾക്ക് ചില അല്പ അപരിഷ്കൃതമായിട്ടൊക്കെ നമുക്ക് തോന്നും. സത്യത്തിൽ അവർക്ക് അവസരം ഇല്ലഞ്ഞിട്ടാണ്. ആ അവസരം നല്ലപോലെ വരുമ്പോൾ അവരങ്ങേയറ്റം മെച്ചപ്പെട്ട ഭാരതീയത അവരിൽ നിന്ന് പുറപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ജീനിൽ തന്നെ ലയിച്ചു ചേർന്ന ഈ സംസ്കാരം അവൻ്റെ എല്ലാം ഭാരതീയൻ്റെ ഒരു അടിസ്ഥാന ആശയമാണ്. അത് കതിരെ കൊണ്ട് വളം വെക്കുന്നത് പോലെയാണ് മതം മാറ്റക്കാർ വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഭാരതത്തിന് നാശം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ അടിസ്ഥാനപരമായിട്ടൊരു സംസ്കാരം നിലനിർത്തുന്ന ഒരു സമൂഹത്തെ മറ്റൊരു കാര്യത്തിലേക്ക് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയില്ല. അത് കുഴപ്പമുള്ളതാണ്. കതിരെ വളം വെക്കുന്ന പോലെ ഇരിക്കും. കതിരെ കൊണ്ട് വളം വെച്ചാൽ കതിര് ഉണങ്ങിപ്പോവും, താഴെ പോവും, ആ സസ്യമേ നശിച്ചു പോവും. വേരില്ലാത്ത സസ്യം ഒരിക്കലും നിലനിൽക്കുകയില്ല. വേരാണ് അവൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ സംസ്കാരം. അത് അവിടെ നിന്ന് നടത്തിക്കൊണ്ട് പോയി വേറെങ്ങും വേര് പിടിക്കുകയില്ല. കാരണം ഒരു കൊച്ചു പട്ടിക്കുട്ടിയെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പം കൊണ്ട് വളർത്തിയാൽ വീട്ടിൽ ഇണങ്ങി വളർന്നോളും. വലിയൊരു മുഴുത്ത പട്ടിയെ വീട്ടിൽ കൊണ്ട് വളർത്തിയാൽ ശരിക്കും ഇണങ്ങുമോ? ഇല്ല. അതാണ് അവസ്ഥ. ഇന്ന് 21-ാം നൂറ്റാണ്ടായി. 20-21-ാം നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ വളരെ വികസിച്ച് കഴിഞ്ഞു, ബുദ്ധിപരമായിട്ട് വളരെ മുമ്പിലാണ്. ഇന്ന് ഇന്ത്യൻ ജനത വളരെ അറിവിൻ്റെ കാര്യത്തിൽ ഒത്തിരി മുന്നിലായി കഴിഞ്ഞു. ആർക്കും അറിവിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഈ ജാതി ഒന്നും ബാധകമല്ല. അറിവ് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയേക്കുന്നത്. നല്ല അറിവാണ്. എല്ലാ മനുഷ്യനും അറിയും. സ്വന്തമായ ആശയങ്ങളുണ്ട്. ഈ മതം എന്ന് പറയുന്ന ഈ ദൂഷിച്ച ഏർപ്പാട്, ആ നിൽക്കുന്ന ജനിച്ചിടത്ത് നിന്ന് ആ സംസ്കാരം എന്ന് പറയുന്നത് അത് ആ മതത്തിൻ്റെ ആചാരമല്ല, അവരുടെ ജീവിത രീതി അതുകൊണ്ടാണ് അതായിക്കഴിഞ്ഞതാണ്. ആ മതത്തിൻ്റെ പേരിലാണ് അവരുടെ ജീവിത രീതികൾ, ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയേക്കുന്നത്. അത് മാറ്റി വെക്കുക, വേറൊന്ന് ചെല്ലുക എന്ന് പറയുമ്പോൾ വേരില്ലാത്ത ഒരു സസ്യം പറിച്ചുകൊണ്ട് വേറൊരു നടുന്ന പോലെ ആയിപ്പോവും, നശിച്ചു പോകും. അങ്ങനെ ഒരിക്കലും പാടില്ല. ഒരു സമൂഹത്തെ നശിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ ഈ മതം മാറ്റം. ഒരിക്കലും സർക്കാർ നിരോധിക്കേണ്ടതാണ്, അനുവദിച്ചുകൂടാത്തതാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സമൂഹങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നതിന് കാരണമാവും, പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഒരിക്കലും പാടില്ല. കാരണം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ മറ്റാൾക്കാർ സമ്മതിക്കുകയില്ല. അത് ഭാരതത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നൊരു സംഗതിയാണ് ഈ മതം മാറ്റം. അതിനെ അംഗീകരിക്കാവുന്നതല്ല. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ഈ നെറ്റൊക്കെ വന്നതോടുകൂടി അറിവിൻ്റെ കാര്യത്തിൽ 1% പോലും പുറകിലായിട്ട് ആരുമില്ല. പണത്തിൻ്റെ പേരിൽ, ധനത്തിൻ്റെ പേരിൽ കുറച്ച് വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. അതാർക്കും ഒന്നും എങ്ങനെയും ഏതറിവും എപ്പോഴും ലോകം മുഴുവനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കും. മതത്തിൻ്റെ അർത്ഥമില്ലായ്മയും അതിൻ്റെ പോരാഴികയും അതിൻ്റെ ഈ സ്വർഗം കാണിച്ചുള്ള ഈ പ്രലോഭനമൊന്നും നടക്കുകയില്ല. 21-ാം നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ടുകളിൽ മതം മാറ്റം കുറച്ച് നടന്നിട്ടുള്ളൂ. അവരൊക്കെ തിരിച്ചു പോകുന്നുമുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ മതം മാറിയവർ മുഴുവൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക, അതിവേഗം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഓരോ മാസവും ആയിരങ്ങളാണ് മതം തിരിച്ചു പോകുന്നത്. അത് അവർക്ക് മതം കൊള്ളുകയില്ലാന്ന് അവർക്കറിയാം. ഇതൊരു തട്ടിപ്പ് ബിസിനസ്സാണെന്നറിയാം. തട്ടിപ്പ് ബിസിനസ് പരിപാടിയായത്. ഇത് മനുഷ്യനെ നന്നാക്കാനല്ല, നശിപ്പിക്കാനുള്ളതാണ്. മതം കൊണ്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ നന്നായിട്ടില്ല.
അത് മതമില്ലാത്തവർ നന്നായിട്ടുമുണ്ട്. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഒരു മതത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ മതത്തിൻ്റെ സംസ്കാരമാണ് അയാൾ രൂഢമായിരിക്കുന്നത്, അയാളുടെ ജീനിൽ അടക്കം ചെയ്തിരിക്കുന്ന ആ സംസ്കാരമാണ്. അത് മാറ്റി വേറൊന്ന് അവിടെ പ്രതിഷ്ഠിക്കുക സാധ്യമല്ല. അത് പ്രശ്നത്തെ കലാശിക്കും. അവൻ വേരില്ലാത്തൊരു സസ്യം പോലെ നശിച്ചു പോകുന്നതിന് കാരണമാകും. അത് പാടില്ല. ഇന്നേ വരെ ജീവിച്ചു പോകുന്ന ആ ക്രമത്തിൽ ഐശ്വര്യമായ രീതിയിൽ നന്നായിട്ട് ജീവിക്കണം. ഇപ്പോഴത്തെ ഭരണ സംവിധാനം ഈ സാമ്പത്തികമായ ഈ ചെറിയ വ്യത്യാസം നിർത്താൻ വേണ്ടി കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. അതായത് ഈ മതത്തിൻ്റെ പ്രലോഭനം അതൊന്നുമില്ല, ഒരു കഥയുള്ളതല്ല. അത് ഈ പട്ടിണി മൂത്തിട്ട് ഭക്ഷണം കിട്ടുമെന്നുള്ള ആഗ്രഹത്തിലും രോഗം ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ടുമാണ്. അതാണ് അവർ മുതലെടുക്കുന്ന മതമാറ്റക്കാർ. ഭക്ഷണം കൊടുക്കുന്നത് ഈ കേരളത്തിൽ തന്നെയുണ്ട്. പ്രതിഫലം ഒന്നും വാങ്ങാതെ സഹായിക്കുന്നവർ ഭക്ഷണവും കൊടുക്കും, വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കും, ചികിത്സയും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ഇവരെ ഈ മതം മാറ്റക്കാർ ചികിത്സയ്ക്ക് കാശ് കൊടുക്കാം, ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാവുന്ന ഈ ബലഹീനതയെ മുതലെടുക്കുകയാണ്. ആ ബലഹീനതയെ മുതലെടുക്കുക അത് ചൂഷണമാണത്. അതൊരിക്കലും സഹായമാകില്ല, ചൂഷണമാണ്. ഇനി കൊടുക്കുകയില്ല. ഭക്ഷണം കൊടുക്കണോ മതം മാറണം, ചികിത്സയ്ക്ക് പൈസ കൊടുക്കണോ മതം മാറണം. ഈ 2 ഉപാധി വെച്ചുകൊണ്ടാണ് ഈ മതം മുഴുവൻ മാറ്റുന്നത്. മതത്തിൻ്റെ മഹിമ കണ്ടുകൊണ്ടൊന്നുമല്ല. മതം മഹിമയുള്ള അല്ലെന്ന് ഇന്ന് ഭാരത ജനതയ്ക്ക് അറിയാം. വളർന്ന് ജനിച്ചെടുത്ത് അന്തസ്സായ രീതിയിൽ പരമ്പരാഗതമായി തുടരുന്ന സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പുതിയ മേഖലകളിലേക്ക് വളർന്ന് ധനവും അറിവും സമ്പാദിക്കുക. അതാണ് മനുഷ്യൻ്റെ ആവശ്യം. മതമൊന്നും പറഞ്ഞിരുന്ന് ഭാവി നശിപ്പിച്ച് കളയരുത്. മതം മാറണ്ട, ജനിച്ചെടുത്ത് നിൽക്കട്ടെ. 2 സമൂഹങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനുള്ള അവസരം ഒരു കാരണവശാലും സൃഷ്ടിക്കരുത്. അത് ഭാരതത്തിന് നല്ലതല്ല. ഭാരതത്തിൻ്റെ നിയമം കൊണ്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ഏർപ്പാടാണിത്, ഈ മതം മാറ്റുക എന്ന് പറയുന്നത്. സ്വസംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കുക അത് ഒരിക്കലും നല്ലതല്ല. മതത്തിനല്ല ഇവിടെ പ്രാധാന്യം. അവരുദ്ദേശിക്കുന്നത് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മതം മാറ്റക്കാർ. അല്ലാതെ മതം നല്ലതാണെന്ന് അല്ലെന്ന് അവർക്കും അറിയാം. ഇത് ഒരു സമൂഹത്തിലുള്ള കൊള്ളാവുന്ന ആൾക്കാരെ തരംതിരിച്ച് അവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ്. അത് ഈ പോയവരെല്ലാം തിരിച്ച് വടക്കേ ഇന്ത്യയിൽ ധാരാളം പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു തിരിച്ചു പോരുന്നതായിട്ട്. അത് ഈ പോയവരെല്ലാം തിരിച്ചു പോരാമെങ്കിൽ ഈ മതമാറ്റക്കാർ കുറേ ആശ്വാസമാവും. അപ്പോൾ കുറച്ചൊരു ശല്യം കുറഞ്ഞു വരും. ഏതായാലും ഇത് നല്ല കാര്യമല്ല. ഭാരതത്തിന് ഒരു പാരയാണ് ഈ മതം മാറ്റം എന്ന് പറയുന്നത്.